ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഓണമൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. ഇന്നും ഞാനൊരു ഓണ വിഭവമായിട്ടാണ് വന്നേക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ഇതെൻ്റെ ടോട്ടൽ 7th എപ്പിസോഡ്. നേരത്തെ 6 എപ്പിസോഡ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. വെറൈറ്റി പായസം, രസം, പച്ചടി, അങ്ങനെ കുറേ പുളിശ്ശേരി, അങ്ങനെ കുറേ വിഭവങ്ങൾ ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഞാൻ. നിങ്ങളുടെ വീട്ടിൽ ഏത് ഫ്രൂട്ട്സ് ഒക്കെ അവൈലബിൾ ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ ഉണ്ട്, അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഫീഡ്ബാക്ക് ഷുവർ ആയിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണ്, നല്ല റെഡ് കളറിൻ്റെ തക്കാളിയാണ്. അത് നമുക്ക് ആദ്യമേ പ്യൂരി ആക്കി കൊണ്ടുവരണം. സോ ഞാനിവിടെ റഫ്ലി ചെയ്ത് ചോപ്പ് ചെയ്തേക്കണേ. നമ്മൾ പ്യൂരി ചെയ്യുന്നതുകൊണ്ട് റഫ്ലി ഒന്ന് ചോപ്പ് ചെയ്താൽ മാത്രം മതി. ഇത് നമുക്ക് പ്യൂരി ആക്കിക്കൊണ്ട് വരാവുന്നതാണ്. സോ നമുക്കൊരു ജാറിനകത്തിട്ട് നല്ല പ്യൂരിയായി കിട്ടണം. ഇത് നമുക്ക് ഒന്ന് നല്ല അരിച്ച് പ്യൂരി ആയിട്ട് ഞാനിവിടെ നല്ല പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു സ്ട്രെയിനറിൽ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ്. സോ നമുക്കൊരു സ്ട്രെയിനർ വെച്ച് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ജസ്റ്റ് ടൊമാറ്റോയുടെ ജ്യൂസ് മാത്രം കിട്ടിയാൽ മതി. അതാണ് നമ്മളിവിടെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. കാരണം ഞാനിവിടെ ടൊമാറ്റോ ജ്യൂസ് നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ജ്യൂസ് മാത്രം മതി. ഇനി അടുത്തതായിട്ട് ഒരു പാൻ എടുക്കാം. അതിനകത്തോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ടൊമാറ്റോ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ജ്യൂസ് ഒന്ന് നമുക്ക് നല്ലോണം 5 minutes ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ആ പച്ച ടേസ്റ്റ്, ടൊമാറ്റോയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ 5 minute നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ടൊമാറ്റോ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇടാൻ പോകുന്ന 1 കപ്പ് ഷുഗർ, പഞ്ചസാര 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര എന്നിട്ട് ഈ പഞ്ചസാര മെൽറ്റ് ആവുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കേണ്ടതാണ്. നല്ലോണം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഇത് പിന്നെയും വെള്ളം പോലാവും. എനിക്ക് കണ്ടു തുടങ്ങാമല്ലോ, പഞ്ചസാരനൊക്കെ വെള്ളം വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെയും ലിക്വിഡി ആയിട്ടുണ്ട്. സോ ഈ പഞ്ചസാര ഫുള്ളി മെൽറ്റ് ആകുമ്പോഴത്തേക്കിന് നല്ല ലിക്വിഡ് ആവും നമ്മളുടെ ഈ മിക്സ്ചർ. ജസ്റ്റ് ഒന്ന് തെളിച്ച് വന്നപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ ഫ്ലെയിം പിന്നെയും ലോ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം മെൽട്ടായി ഈ ഒരു മിക്സ് നല്ലോണം കുറുകി വരണം. ഈ ഷുഗർ മെൽട്ടാകാൻ വേണ്ടി ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത് ആക്ച്വലി എൻ്റെ ഷുഗർ മെൽറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഷുഗറിനെ ഒന്ന് നല്ലോണം മെൽറ്റാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾ ഷുഗർ മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കിന് നമുക്ക് ആ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം ഈ സമയത്ത് ഇത് നല്ല വാട്ടർ ചെയ്യുക. ഇങ്ങനെയല്ല, നമുക്ക് ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസി വേണം. സോ അത് തിക്കാവുന്നവരെ നമുക്കിത് കണ്ടിന്യൂസ്ലി ഒന്ന് ഇലക്കി ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ലോ ആയിരിക്കണം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ആപ്പിൾ, പിയർ, ആപ്പിളിൻ്റെ ഹാഫ്, പിയറിൻ്റെ ഹാഫ്, പിന്നെ ഒരു 6 dates എടുത്തിട്ടുണ്ട്, റേസിൻസ് എടുത്തിട്ടുണ്ട്, ബനാന ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പ്ലം ഇതൊരെണ്ണം. നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് ആ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളോ, ആപ്പിൾ, പിയർ, ഗ്രേപ്സ്, നിങ്ങളുടെ വീട്ടിൽ ഏത് ഫ്രൂട്ട്സ് അവൈലബിൾ ഉണ്ട്, ആ സീസണിൽ ഏത് ഫ്രൂട്ട്സ് അവൈലബിൾ ഉണ്ട്, നമുക്ക് ആ ഫ്രൂട്ട്സൊക്കെ ഇന്നത്തെ ഇടാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം കൂടെ എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സ്ചറൊന്ന് ഇതിനകത്ത് മിക്സ് ആക്കി എടുക്കാം. ഞാൻ ഇവിടെ നല്ലോണം ഇത് കോച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കാർഡമൻ പൗഡർ, നമ്മുടെ ഏലക്ക പൊടിച്ചത്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനി അതിനകത്തോട്ട് പോമോഗ്രാനേറ്റ് ഇടുക. ഇനി ഞാൻ
ഇതിനകത്ത് ഇടാൻ പോകുന്നത് കുറച്ച് ബദാമും കാഷ്യൂവും ഇട്ടുക. നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അത് നമുക്ക് ഇടാം. വേണമെങ്കിൽ വാൾനട്ട്സ് ഇടാം, പിസ്ത ഇടാം. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ബദാമും കാഷ്യൂവും നമുക്ക് ഇതും കൂടെ അതിനകത്തോട്ടൊരു മിക്സ് ആക്കാം. ബദാമും കാഷ്യൂ ഒക്കെ നമുക്ക് വറുത്തിട്ടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ക്കകത്ത് ഇച്ചിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഇടാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഇനി ഞാൻ ഇതിനകത്ത് ഇടാൻ പോകുന്നത് കുറച്ച് പൈനാപ്പിൾ എസൻസ്, ജസ്റ്റ് ഫ്യൂ ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ഇടുക. നിങ്ങൾ ഈ ഓൾറെഡി ഇതിനകത്ത് പൈനാപ്പിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ വീട്ടിൽ പൈനാപ്പിൾ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ പൈനാപ്പിളിൻ്റെ എസൻസ് ഇട്ടേക്കുന്നത്. സോ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഈ എസൻസ് ഇടേണ്ട ആവശ്യമില്ല, ഓൾറെഡി പൈനാപ്പിളിൽ നമുക്ക് ആ ഫ്ലേവർ കിട്ടും. നല്ല കളർഫുള്ളും നല്ല ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് നമുക്കിതെല്ലാം നല്ലോണം കോച്ചി എടുത്താൽ മതി എല്ലാ ഫ്രൂട്ട്സിലോട്ടും. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് 1 മണിക്കൂർ ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചു വെക്കണം. ഇത് നമുക്ക് 1 മണിക്കൂർ ഇതുപോലെ തന്നെ അടിച്ചു വെക്കണം. അടിച്ചു വെക്കുന്നത് നമ്മളുടെ ഈ ഫ്രൂട്ട്സിനകത്ത് ആ ടൊമാറ്റോയും ഷുഗറിൻ്റെയൊക്കെ ഫ്ലേവർ വരാൻ വേണ്ടിയും അത് സോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോ 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 അവർ ആയിട്ടുണ്ട്. നമുക്ക് അതൊരു ബൗളിനകത്ത് സെർവ് ചെയ്യാം. മിക്സ് ഫ്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ആയിട്ട് അറിയിക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലത്തെ വെറൈറ്റിയായ വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.